ദീപാവലി രുചികൾ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് മധുരം മാത്രമല്ല, നമുക്ക് കുറച്ച് എരിവും നല്ലൊരു ക്രിസ്പിനെസ്സും ഉള്ള നല്ലൊരു നോർത്ത് ഇന്ത്യൻ വിഭവം കൂടെ തയ്യാറാക്കി നോക്കാം. ഈ നോർത്ത് ഇന്ത്യൻ വിഭവത്തിൻ്റെയും പ്രത്യേകത, നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദിലാണ് ഇവരിത് തയ്യാറാക്കുന്നത്. പേരൊക്കെ ഭയങ്കര ഗംഭീരം കേട്ടോ. ഇതിൻ്റെ പേര് ചൊറാഫലി എന്നാണ്. പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈശ്വര ഇതെന്ത് സാധനമെന്ന്, പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ദീപാവലി ഫെസ്റ്റിവലിന് വളരെ സ്പെഷ്യലായിട്ട് നമുക്കിത് കുറച്ച് ദിവസം കൂടുതൽ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റുന്നത്. എന്നാൽ നാട്ടിൽ നമ്മളിതിനെ വേറെ പല പേരുകളിലും തയ്യാറാക്കാറുണ്ട്. പക്ഷേ തയ്യാറാക്കുന്നതിൻ്റെ വിധം കൊണ്ടും അതുപോലെ തന്നെ ചില വ്യത്യാസങ്ങൾ കൊണ്ടും ഈ ഒരു വിഭവം കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിലിങ്ങനെ കണ്ടില്ലേ, കുറച്ച് മുളക് പൊടിയൊക്കെ തൂക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒണിയനൊക്കെ ഒന്ന് ചേർത്തിട്ട് ഇത് കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തോ പ്രത്യേകതയില്ലേ. ആ പ്രത്യേകതയുള്ള ഒരു ചൊറാഫലി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. നല്ലപോലെ ആ ഉഴുന്നിൻ്റെ പച്ച മണമൊക്കെ മാറി വേറൊരു സ്മെല്ല് വരുമല്ലോ, അതുവരെ നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ വറുത്തിട്ടുണ്ട്, ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചും കഴിഞ്ഞു. ഇനി വേണ്ടത് കടലമാവാണ്. കടലമാവിലേക്ക് നമുക്ക് 2 സ്പൂൺ ഇത് ഉഴുന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത്, ഇതാദ്യം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ അടുത്ത ചേരുവകളൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കടലമാവും ഉഴുന്നുപൊടിയും എല്ലാ ഭാഗത്തും ഇങ്ങനെ കറക്റ്റായിട്ട് വരണം. ഒരിക്കലും ഒരു ഭാഗത്ത് കടലമാവ് ഒരു ഭാഗത്ത് ഉഴുന്നുപൊടി അങ്ങനെയൊന്നും ആവരുത്. നല്ലപോലെ പാകത്തിനായി വരുമ്പോഴേ ആ ഒരു സ്വാദ് കിട്ടുള്ളൂ. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് 1 നുള്ള് ഉപ്പും കുറച്ച് കായപ്പൊടിയുമാണ്. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നും ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് കായപ്പൊടിയാണ്. LG കായം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മെല്ലൊക്കെ കൂടുതലാണ്, ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കായം തന്നെ എല്ലാ പലഹാരത്തിനും അതുപോലെ കറികൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ LG കായം ഇതുപോലെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തു. അതായത് ഈ കായപ്പൊടിയും നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. അതുമാതിരി ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല രസമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് പൊടികൾ തയ്യാറാക്കിയെടുക്കണേ. മാവ് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി, എരിവുള്ള മുളക് പൊടി ഇതിൻ്റെ ഒപ്പം കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഡ്രൈ മാംഗോ പൗഡറാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് ഇനി ചേർക്കേണ്ടത് എന്താ അറിയോ, ഇനി നമുക്ക് സോൾട്ടിൻ്റെ ഒപ്പം തന്നെ ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ചാറ്റ് മസാല, ഡ്രൈ മാംഗോ പൗഡർ, അതുപോലെ കാശ്മീരി ചില്ലി, കുറച്ച് എരിവുള്ള മുളക് പൊടി, എരിവ് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും ചേർത്ത് ഇതിന് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ മാവ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. ഇനിയും ബാക്കി പരിപാടിയൊക്കെ നമുക്ക് മാവിലാവാം. അതിനായിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുത്ത വെള്ളത്തിലും കുഴയ്ക്കാം. ചെറിയ ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിനാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് ആദ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ഒരു പാകത്തിന് കുറച്ച് കയ്യിലൊട്ടാതിരിക്കാൻ ഇത്തിരി കൂടെ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. അറിയാമല്ലോ, കടലമാവില്ല, അധികം പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുഴച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം, ഒരുപാടൊന്നും വേണ്ട, കയ്യിലൊട്ടാതിരിക്കാനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക. ഉരുളകളാക്കി കഴിഞ്ഞാൽ അതിനെ ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തിന്നായിട്ട് പരത്താൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പരത്തുമ്പോഴേ നമുക്കിത് വറുക്കുമ്പോൾ ആ ഒരു പൊള്ളം ഒക്കെ കിട്ടുള്ളൂ. നല്ല ഇങ്ങനെ പൊള്ളി വരുള്ളൂ. ഓക്കെ, അത് കാണാനൊരു രസമല്ലേ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. കുറച്ച് നിറത്തിലാണ് ഈ ഒരു സംഭവം നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണല്ലോ നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതേ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്ത് ഷേപ്പില്ലാത്ത ഒരു സൈഡൊക്കെ ഒന്ന് മുറിച്ച് കളയാം. എന്നിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ ഇതും കൂടെ അതിൻ്റെ ഒപ്പം ചേർത്താൽ മതി. ചേർത്തതിന് ശേഷം വീണ്ടും ആ മാവൊന്ന് കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്. നമ്മുടെ ചിപ്സിൻ്റെയൊക്കെ ഒരു സൗണ്ട് വരണം. ഇതൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരും. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വന്ന് നല്ലതായിട്ട് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിതിന്ന് മാറ്റാം. പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാര്യം കടലമാവ് എങ്ങനെയാണ് വേകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കടലമാവ് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ ഒപ്പം ഉഴുന്ന് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് തയ്യാറാക്കി എല്ലാം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ
പിന്നെ നമുക്കിതിലേക്ക് ആ ഒരു മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അടുത്ത പണി. അപ്പോൾ മസാല പൗഡറൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് പാകത്തിന് റെഡിയാക്കി എടുക്കണം. ഈ പലഹാരം നമുക്ക് അല്ലാത്ത സമയത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്ക് കഴിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടും പിന്നെ യാത്ര പോകുമ്പോഴേക്ക് എടുക്കാനായിട്ടും അങ്ങനെ എപ്പോഴും നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോഴേക്കും ഒന്ന് കഴിക്കാൻ മധുരമല്ലാത്ത മറ്റൊരു പലഹാരം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി മൊരിഞ്ഞ് പാകത്തിനായി വരുമ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ദീപാവലി സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും ഇതുണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചിറോഫലി എന്ന് പറയുന്ന ഈ ഒരു വിഭവം. നോർത്ത് ഇന്ത്യക്കാരുടെ ഇഷ്ട വിഭവമായ ഇത് എല്ലാ കടകളിലും അവൈലബിൾ ആണ്. മസാല ഇതിൻ്റെ മേലേക്ക് വിതറി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഒരിക്കലും ഇതിൽ വെള്ളത്തിൻ്റെ അംശമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്.